ഹലോ മാജിദ. സോറി, സിയ മാജിദ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഓഡിബിൾ ആണോ? ഞാൻ ക്ലിയർ ആണോ? ഒരു സെക്കൻഡ് സാറേ. യാ. ആ അത് ഇമെയിൽ വെരിഫിക്കേഷൻ എന്താ ചോദിക്കേണ്ടത്? ഒരു സെക്കൻഡ്. സാറിന് വീഡിയോ കാണാൻ പറ്റുണ്ടോ? ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. നിങ്ങൾ ജോയിൻ ചെയ്തപ്പോ ഇപ്പൊ പോയി. യാ, യു ബാക്ക് നൗ ഐ ഗസ്. ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഹൗ ആർ യു, സിയ മാജിദ? ഗുഡ്. സുഖമായിട്ടിരിക്കുന്നു. എവിടെ? വീട്ടിൽ തന്നെ ഇപ്പോ? വീട്ടിൽ തന്നെ. ഇപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലാ, മണ്ണാർക്കാടാ. വെക്കേഷൻ. ആ, ഓക്കെ 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 ഓക്കെ. ക്രിസ്മസ് വെക്കേഷൻ. ക്രിസ്മസ് വെക്കേഷൻ. ഓക്കെ, സെറ്റ്. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം വി മെറ്റ്? ഇന്റർ എക്സാമിന്റെ മുന്നേ. അല്ല, ഇന്റർ എക്സാംസ് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഓൺലൈൻ സക്സസ് സ്റ്റോറീസിന്റെ സെഷൻ കണ്ടക്ട് ചെയ്ത്. ദാറ്റ്സ് ഇറ്റ്. ആ ഓൺലൈനായിട്ടേ പിന്നെ കണ്ടിട്ടുള്ളൂ. ക്ലാസ്സസ് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈനായിട്ടേ കണ്ടിട്ടുള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സ്റ്റേജസ് സി എ ക്ലിയർ ചെയ്തതും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. ദാറ്റ് വാസ് ഗുഡ്. ഐ തിങ്ക് 2000, ഐ ഗസ് ദിസ് ഇസ് റെക്കോർഡിംഗ്. യാ, ഫൈൻ. യാ, 2017 ജൂൺ ബാച്ച് ഫൗണ്ടേഷൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കണേ. അതെ, ഫസ്റ്റ് ടൈം അതായിരുന്നു. യു നോ വൈ ഐ റിമെമ്പർ ദാറ്റ് ഡേറ്റ്? ആക്സിഡന്റ്. ആക്സിഡന്റ് ആയി, അതുകൊണ്ട് മാത്രം. എക്സാക്ട്ലി. ഐ തിങ്ക് നിങ്ങളെ ക്ലാസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഫൗണ്ടേഷനിൽ. മേ ബി സ്റ്റാർട്ടിങ് മാത്രം എടുത്ത് പിന്നെ എൻഡിങ്ങിൽ ലാസ്റ്റ് ഒരു ഡേ എന്തോ വന്ന് ഒരു ക്ലാസ്. ക്ലാസ്സസ് ഒന്നും ശരിയാവാത്തോണ്ട് സാറിനെ പിന്നെ വന്ന്. ക്ലിയർ ആയില്ല, ബ്രേക്ക് ആവുന്നുണ്ട് നിങ്ങളുടെ വോയിസ് തോന്നുന്നു. ക്ലിയർ ആണില്ല. ഹലോ. ഇപ്പൊ റെഡിയാ, ഇപ്പൊ റെഡിയാ. യാ, 2017 അന്ന് ക്ലാസ്സസ് കുറച്ചെടുത്ത് പിന്നെ വേറൊരു മാം വന്ന്, വേറെ മാം എടുത്ത്. പക്ഷെ ക്ലാസ്സസ് ഒന്നും ശരിയായില്ല. അപ്പൊ പിന്നെ സാറിന് ഓക്കെ സ്ട്രെച്ചറൊക്കെ ആയിട്ട് ഓക്കെ വന്നു. ഓക്കെ. നൗ ഇറ്റ്സ് ലൈക്ക് 2025, സോ അറൌണ്ട് 8 years ലോങ് ജേർണി. നമുക്ക് ഒരുപാട് കേൾക്കാണ്ട് നിങ്ങളുടെ അടുത്ത് സ്റ്റോറി. ഇൻഫാക്ട് എൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളോട് ചോദിക്കാൻ. പിന്നെ ഐ തിങ്ക് പിന്നെ സി എ ഇന്റർമീഡിയറ്റിൽ ഞാൻ നിങ്ങൾക്ക് റെഗുലറിന് അഗെയിൻ അവിടെ എടുക്കാൻ പറ്റിയില്ല തോന്നുന്നു. ക്രാഷ് എന്തോ ആണ് എടുത്തത് തോന്നുന്നുണ്ട്. അല്ല അല്ല, ഞാൻ റെഗുലർ റെഗുലറിൽ എടുത്തിരുന്നു. ഉണ്ടായിരുന്നു. പാസിയോളിൽ പാസ്യോളിലായപ്പോ സാർ റെഗുലറിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അടിപൊളി. റെഗുലറിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പറ്റിയില്ല. അപ്പൊ ഞാൻ പിന്നെ ക്രാഷ് പാസ്യോളിൽ തന്നെ ക്രാഷ് അറ്റൻഡ് ചെയ്തത്. ആ അവിടെ സാറായിരുന്നു. ആ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് അൽഹംദുലില്ലാ നമുക്ക് സക്സസ് സ്റ്റോറി സെഷനിൽ നിങ്ങൾ വന്നിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഇപ്പൊ റീസെന്റ് വരെ ആരോ എന്നോട് പറഞ്ഞിരുന്നു ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു എന്നുള്ളത്. ആൻഡ് നൗ യു ആർ ബാക്ക് ഹിയർ ബീങ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സോ മേ ബി ഐ ഷുഡ് സേ ഈ സെഷൻ ഇറ്റ് ഈസ് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഓൾ ദി മദേഴ്സ് ഔട്ട് ദെയർ ഹു ആർ ഡൂയിങ് സി എ കോഴ്സ്. അപ്പോ കുട്ടികൾ മാനേജ് ചെയ്ത് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകാന്നൊക്കെയുള്ള. ഓക്കെ, സെഷൻ ഇസ് യുവേഴ്സ് മാജിദ. നിങ്ങൾക്ക് മേ ബി ഒരു ബ്രീഫായിട്ട് നമുക്ക് നിങ്ങളെ ഓവറോൾ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു, ഓൾ ദ 3 സ്റ്റേജസ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് ബ്രീഫായിട്ട്. ഞാന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് CPT ആയിരുന്നു. CPT ഇതേപോലെ മഞ്ചേരി ഗേറ്റ്വേയിലായിരുന്നു സാറിന്റെ ക്ലാസ്സസും. അവിടെ 149 മാർക്സ് ആയിരുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു CPT-യില്. അതൊരു 200-ൽ ക്രാഷ് 100 കോഴ്സ് വേണം ആയിരുന്നു. പാസ്സാവാൻ. യു ഗോട്ട് 149. നിങ്ങളായിരുന്ന ബാച്ചിലെ ടോപ്പർ ഐ ഗസ്. Yes. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ മാരേജും പ്രഗ്നൻസി ഒക്കെ ആയിട്ട്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇന്ററിന് പാസിയോളിയിൽ ജോയിൻ ചെയ്യണേ.
ഓക്കെ ആ, അ- അവിടുന്ന് ഏത് അറ്റംപ്റ്റ് ആയിരുന്നു? നവംബർ 2018 ആയിരുന്നു ഇന്റർ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ കൊടുക്കണം. അതില് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അന്ന് മൂത്ത മോൾക്ക് 3 months ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവിടെ തന്നെ പാസ്സുകളിൽ തന്നെ ക്രാഷിന് പോയി. ഫസ്റ്റ് ഗ്രൂപ്പ് മെയ് 2019 ക്ലിയർ ചെയ്തു. ഓക്കെ പിന്നെ കൊറോണ വന്ന് അങ്ങനെ 1 year സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാനേ പറ്റിയില്ല. അങ്ങനെ 1 year അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ബോത്ത് തന്നെ ആയിരുന്നു സെക്കൻഡ് എഴുതിയിരുന്നത്, ഗ്രൂപ്പ് അതോ ജസ്റ്റ് ആ അല്ലല്ല 2019 അറ്റംപ്റ്റിൽ ഒറ്റ ഗ്രൂപ്പെ ഫോക്കസ് ചെയ്തിട്ടുള്ളായിരുന്നു? ഓക്കെ. സിംഗിൾ ഗ്രൂപ്പ്. ആൻഡ് ദെൻ യു വർ സിംഗിൾ ഗ്രൂപ്പ് പ്രിപ്പയർഡ് ആയിട്ടാണ് ഫോർ ഞാൻ സെക്കൻഡ് എല്ലാതും ഗ്രൂപ്പ്. ചെയ്തിട്ടുള്ളത്. ആ ഓക്കെ. പിന്നെ യു വർ പ്രിപ്പയർഡ്, പക്ഷേ ഞാൻ കോവിഡ് കാരണം. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ പിന്നെ ക്ലാസ്സസിന് പോയിട്ടാണ് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ് ആയിട്ടാണ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ്സിന് പോണേ. ഓക്കെ അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു ഇന്റർ. ഡ്യൂറിങ് കോവിഡ്. പിന്നെ ഡ്യൂറിങ് കോവിഡ്. ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ആർട്ടിക്കിൾഷിപ്പ് ജോയിൻ ചെയ്തു. പിന്നെ ഞാന് ഫൈനല് ഏതായിരുന്നു? നവംബർ 2023 അതായിരുന്നു ഫൈനലിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്. അത് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പാണ് ഫോക്കസ് ചെയ്തത്. കാരണം അത് കഴിഞ്ഞാൽ നമ്മളെ സിലബസ് മാറും. IBS എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വരാണ്ട് എന്താന്ന് ആർക്കും അറിയില്ല, എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. അത് ആകെ കൊടുക്കും എന്നുള്ള പല ഭാഗത്തുനിന്ന് ന്യൂസ് കണ്ടപ്പോ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന്റെയും സെക്കൻഡ് ഗ്രൂപ്പിന്റെയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പോ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി. നവംബർ 23 സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത് ഫൈനലിന്റെ. പിന്നെ നവംബർ 23 നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് പിന്നെ ഫൈനൽ നിങ്ങൾ വരുന്നത് ബോത്ത് ഗ്രൂപ്പ് എഴുതി, സെക്കൻഡ് ഗ്രൂപ്പ് ഫോക്കസ് ചെയ്തിട്ട് എഴുതി. അതിൽ നിങ്ങൾക്ക് കോസ്റ്റിംഗിൽ 54 മാർക്സ്, എലക്റ്റീവ് പേപ്പറുകൾ എക്കണോമിക് ലോസ് എടുത്ത് 56 മാർക്സ്, ഡയറക്ട് ടാക്സ് 48, ഡയറക്ട് ടാക്സ് ഇന്റർനാഷണൽ ടാക്സ് ഒരു കോൾ വരുന്നുണ്ട്. പിന്നെ ഇൻഡയറക്ട് ടാക്സേഷൻ 47, അങ്ങനെ 205 മാർക്സ്. ഓക്കെ, ദാറ്റ്സ് കൂൾ. ഫസ്റ്റ് ഗ്രൂപ്പ് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും അറൌണ്ട് 30-20 ആ റേഞ്ചിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തില്ല. ഫൈൻ, ഓക്കെ. അത് ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓർമ്മ എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചതാ. പിന്നെ ഓക്കെ ഞാന് മെയ് 24 അറ്റൻഡ് ചെയ്യുമ്പോ I was pregnant with my second baby. ഓക്കെ 3 months ആയിരുന്നു. അപ്പോ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും പാസ്സാവാൻ പറ്റിയില്ല. ഓക്കെ. അത് ഞാൻ AFM 54 ഉണ്ട്. AFM എക്സംഷൻ വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് അത് പഠിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഓക്കെ പറ്റിയില്ല. അത് ഞാൻ പഠിച്ച മെത്തേഡ് തെറ്റിപ്പോയോണ്ടാണ്. ഞാൻ കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയി പോയതായിരിക്കണം. ഞാൻ പഠിച്ച മെത്തേഡ് ഒന്നും ശരിയായിരുന്നില്ല. അങ്ങനെ ഞാന് അതേതായാലും പോയല്ലോ. അപ്പൊ നവംബർ 24 പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് മെയിൽ AFM 54 ഉണ്ടായിരുന്നു, FR 38 ആൻഡ് അഡ്വാൻസ് ഓർഡറിംഗ് 34. ഓക്കെ ഓക്കെ. പിന്നെ നവംബറിൽ, ഓക്കെ, നവംബർ 24. നവംബറില് അപ്പൊ ഞാൻ 9 months പ്രഗ്നന്റ് ആയിരുന്നു. ആ 9 months പ്രഗ്നന്റ് ആയിട്ടുള്ള വയറും വെച്ചിട്ട് എക്സാം എഴുതാൻ പോയി. അതിലും ഞാൻ AFM ഫോക്കസ് ചെയ്തിട്ടാ പോയത്. AFMല് എക്സംഷൻ വാങ്ങണം, എന്നാ പിന്നെ 2 സബ്ജക്ട് മാത്രം അടുത്തതിൽ കൊടുത്താൽ മതിയല്ലോ കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാല്. അങ്ങനെ വിചാരിച്ച് പോയതാണ്. പക്ഷെ ആ അറ്റംപ്റ്റിൽ AFMനെ കുടുക്കി. ഭയങ്കര ടഫായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു അത്. അപ്പോ അതില് 55 മാർക്സ് ആയിരുന്നു. 55 അങ്ങനെ മാർക്സ്, അതും FR 49, ആ, ഓഡിറ്റ് 33. അങ്ങനെ അതും തോറ്റു. പക്ഷെ തളർന്നില്ല. ഓക്കെ, അടുത്ത അറ്റംപ്റ്റ് വീണ്ടും എഴുതി. ഞാൻ ഒരു May അറ്റംപ്റ്റ് 25. സ്കിപ്പ് ആക്കിയില്ല. മെയ് ഓക്കെ. 25 അതായിരുന്നു എന്റെ അറ്റംപ്റ്റ്. അതായിരുന്നു. നമുക്ക് ഏത് അറ്റംപ്റ്റ് ആണ് പഠിച്ചാൽ വിധിച്ചിക്കണേന്ന് അറിയില്ലല്ലോ. അപ്പൊ എല്ലാ അറ്റംപ്റ്റും നമ്മൾ എഴുതി വെക്കുക. നിങ്ങൾ ആ അറ്റംപ്റ്റ് AFM എക്സംഷൻ എന്നുള്ള 2 അറ്റംപ്റ്റിലെ ആഗ്രഹമായിട്ട് പോയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് May 25 അറ്റംപ്റ്റിൽ AFM മാർക്സ് ഇല്ല. ഞാൻ അവിടെ പറയാൻ നിൽക്കണില്ല, ഞങ്ങൾ തന്നെ പറഞ്ഞോളൂ. 87. 87 മാർക്സ് ഉണ്ടായിരുന്നു AFM.
ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് 51, ഓഡിറ്റിംഗ് 48. ഓഡിറ്റിംഗ് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തട്ടിമുട്ടിയും കഴിച്ചിലാവണ ട്രെൻഡിലാണ് കണ്ടുപോയിട്ടുള്ളത്. ഓക്കെ, AFM വാസ് അമേസിംഗ് മാർക്സ്, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു, അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തി എന്നുള്ളത്. സെക്കൻഡ് അറ്റംപ്റ്റിൽ നിങ്ങൾ അത് AFM-ലും കുറച്ച് സീരിയസ് ആയി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. വി വോണ്ട് ടു കം ബാക്ക് ടു ദാറ്റ്. ബിഫോർ ദാറ്റ്, അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ടെൽ മീ, റിസൾട്ടിന്റെ ദിവസം നിങ്ങൾ പാസ്സായി എന്നുള്ള കണ്ടപ്പോൾ ഹൗ വാസ് ദാറ്റ് പെർട്ടിക്കുലർ ഡേ? അത് ഞാനും ഫാമിലി ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പാസ്സാവൂന്നുള്ളത്. എനിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഫാമിലിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടീനെ വെച്ച് പഠിക്കാന്ന് പറയുന്നത് അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പൊ ഇത് സക്സസ്ഫുൾ എന്നുള്ളത് കണ്ടപ്പോ ഞാൻ അവിടെ ലിറ്ററലി ഇരുന്ന് കരയായിരുന്നു. അവിടെ അലറി കരയായിരുന്നു. ഫാമിലി മൊത്തം, ഹസ്ബൻഡൊക്കെ തുള്ളി ചാടിയായിരുന്നു. അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ആ ഒരു സീന് ഞാൻ ഇതുവരെ കണ്ടില്ല. ആരും വീഡിയോയും കൊടുത്തില്ല. എല്ലാരും ഒന്നിച്ചായിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു? ആ, വീട്ടിലുണ്ടായിരുന്നു. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ആഹ് അനിയനും ഹസ്ബൻഡിനും മാത്രമേ ഉള്ളൂ റിസൾട്ട് വരുന്ന അന്നാണെന്ന് അറിയാം. ബാക്കി ആർക്കും ഓക്കെ. അറിയില്ലായിരുന്നില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല എന്നാ റിസൾട്ട് വരിക എന്നുള്ളത്. ഓക്കെ. ആരും പ്രതീക്ഷ ഇല്ലല്ലോ. ഓക്കെ. ഇനിയും തോറ്റുപോയാ എന്തായി റിസൾട്ട് എന്ന് ആരും ചോദിക്കണ്ട വിചാരിച്ചിട്ട് അത് ആരോടും പറഞ്ഞില്ല. അല്ല, അപ്പൊ പിന്നെ അതിന്റെ എല്ലാരോടും മുന്നത്തെ വിളിച്ചു. രണ്ടു വട്ടം ഫെയിൽ ആയപ്പോൾ എന്തായി? റിസൾട്ടിന്റെ അന്ന് പറഞ്ഞോ ഫെയിൽ ആയി എന്നുള്ളത് പറഞ്ഞിരുന്നോ? ഓ, എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ. അങ്ങനെ ഫാമിലിയിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മുതൽ ചോദിക്കുമല്ലോ എന്നാ റിസൾട്ട് വരുന്നേ, റിസൾട്ട് വന്നോ. അത് നമ്മളെ റിലേറ്റീവ്സിനുള്ളതാണല്ലോ. എല്ലാവരും ചോദിച്ച് ചോദിച്ച് നമ്മളെ മാനസികാവസ്ഥ എന്താണെന്നായിരിക്കും അറിയട്ടല്ലോ. CS സ്റ്റുഡൻസിന് മാത്രമേ ആ ഒരു എന്താണ് ആ ഒരു അവസ്ഥ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അറിയാം. യാ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി മാജിദ, പക്ഷെ വാട്ട് ഇഫ്... സാർ ഫുള്ള് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. സാർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തില്ലല്ലോ. അല്ല, ഈ പറഞ്ഞ സംഭവങ്ങൾ ഞാനും സെറ്റാക്കിയ സാധനം റിസൾട്ടിന്റെ ഡേ ഒരാളോട് ഞാൻ ഡിക്ലെയർ ചെയ്ത് മീൻസ് അറിയിച്ചിട്ടില്ലായിരുന്നു. ബിക്കോസ് എന്റെ മൈൻഡിലും ഉണ്ടായിരുന്നത് പൊട്ടിക്കഴിഞ്ഞാല്, കാരണം എന്റെ CA ഫൈനലിന്റെ എക്സാമിന്റെ റിസൾട്ടിന്റെ ഡേറ്റും കല്യാണത്തിന്റെ ദിവസവും അടുപ്പിച്ചാണ്. റിസൾട്ടിന്റെ ഡേ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് മാരേജിന്റെ ഡേറ്റ്. സോ ഐ വാസ് ലൈക്ക്, അവിടെ സ്റ്റേജിൽ പോയി ഇരുന്നിട്ട് കല്യാണം നടക്കുന്ന സമയത്ത് ഓരോരുത്തർ വന്നിട്ട് കിട്ടിയില്ലല്ലേ എന്ന് ചോദിക്കണ്ടല്ലോ. സോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരോടും അറിയിക്കാന്ന് കരുതി നിൽക്കുന്നു. സോ ഐ ക്യാൻ പ്രോപ്പർലി കണക്ട് ഇറ്റ്, നിങ്ങൾ ആ പറഞ്ഞു വരുന്ന ഓരോ പോയിന്റ്സ് എന്തൊക്കെയാന്നുള്ളത്. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി മാജിദ, നിങ്ങൾ May 25 അറ്റംപ്റ്റിലും ഇഫ് ക്ലിയർ ചെയ്തില്ലായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു? നവംബറിൽ അറ്റംപ്റ്റ് കൊടുക്കും. നമ്പർ വീണ്ടും എഴുതും. അതും കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും? മെയിൽ കൊടുക്കും, അടുത്ത മെയിൽ കൊടുക്കും. ഇല്ല ഇല്ല, കിട്ടണവരെ സ്റ്റോപ്പ് പോയിക്കൊണ്ടിരിക്കും. ചെയ്യില്ല. നിങ്ങൾക്ക് എന്റെ ഹസ്ബൻഡിനെ അറിയില്ലേ, ഓക്കെ. ഭയങ്കര പുഷിങ്ങാ. അതായത് ഞാനിങ്ങനെ ഈ 9 months ഒക്കെ ആയിരുന്നപ്പോ ഭയങ്കര എനിക്ക് ഇരിക്കാനോ നടക്കാനും കിടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതില് ഞാൻ ചോദിച്ചു നോക്കി, ഞാൻ ഈ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്ത് നോക്കട്ടെ. പറ്റില്ല, പഠിച്ചിട്ടില്ലേലും കുഴപ്പമില്ല, പാസ്സായിട്ടില്ലേലും കുഴപ്പമില്ല, തോറ്റോ കുഴപ്പമില്ല, പക്ഷെ അറ്റംപ്റ്റ് നമുക്ക് കൊടുക്കണം. അത് അറ്റംപ്റ്റ് ഏതിലാണ് വന്ന് കിടക്കണേന്നുള്ളത് അറിയില്ല. നിങ്ങൾ ആ രണ്ട് റിസ്ക് എടുത്തിട്ടാണ് രണ്ട് അറ്റംപ്റ്റ് എഴുതിയത് കേട്ടോ. നോർമലി എല്ലാവരും പറയാറ് ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററും ലാസ്റ്റ് ട്രൈമസ്റ്ററും ട്രാവലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ കറക്റ്റ് ആ അറ്റംപ്റ്റ് എഴുതിയതൊക്കെ ഒന്ന് 3 months പ്രഗ്നന്റ് ആയപ്പോഴും മറ്റേത് 9 months പ്രഗ്നന്റ് ആയപ്പോഴും. പ്രഗ്നന്റ് ആക്കും. ഓക്കെ. ഓക്കെ. വാട്ട് ഹാവ് യു ഗോട്ട് ടു സേ ടു ദി ഇങ്ങനെ ഇതേപോലെ കുട്ടികളുള്ള മദേഴ്സിനോട് പെർസ്യൂയിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്? എനിക്ക് കുറെ മെസ്സേജ് വരുന്നതാ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഒറ്റ സെന്റൻസ് മേ ബി എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അത് ആ, എഴുതുന്ന കാൻഡിഡേറ്റ്സ് മാത്രമല്ല അവരുടെ ഫാമിലി കൂടി മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ പാസ്സാവുള്ളൂ. എന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫാമിലി മൊത്തം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. ഹസ്ബൻഡ് ആയിക്കോട്ടെ, എന്റെ ഇവിടുത്തെ ഉമ്മ ഉപ്പ, ഹസ്ബൻഡ് ഉമ്മ, എല്ലാവരും കൂടിയിട്ട് നമ്മൾ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാത്രമേ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവര് സപ്പോർട്ട് ചെയ്യണമൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും തളർത്താതെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പ്രാർത്ഥിക്കുക, നിരന്തരം പരിശ്രമിക്കുക. അത് ഹാർഡ് വർക്ക് ആണ് മെയിൻ. CA എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ.
അതിൽ എളുപ്പവഴി ഇല്ലല്ലോ, സാറിന് അറിയാലോ. വാട്ട് വാസ് ഇറ്റ് ദാറ്റ് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ SFM നിങ്ങളെ മിസ്റ്റേക്ക് ആയിരുന്നു എന്നും സെക്കൻഡ് അറ്റംപ്റ്റിൽ നിങ്ങൾ നല്ലോണം അത് പ്രിപ്പയർ ചെയ്തു, പക്ഷേ എക്സാം നല്ല ടഫായിരുന്നു. വാട്ട് വാസ് ദി റിയലൈസേഷൻ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ SFM എക്സാമിഷൻ പ്ലാൻ ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസിസ്റ്റന്റ് ആയിട്ട് ഓഡിറ്റിംഗിൽ നിങ്ങൾക്ക് അത് ഐ തിങ്ക് തിയറി സബ്ജക്ട്സ് പൊതുവെ നിങ്ങൾ കമ്പയർ ടു പ്രാക്ടിക്കൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല തോന്നുന്നു, ഓർ അറ്റ്ലീസ്റ്റ് ഓഡിറ്റിംഗ് മേ ബി ശരിയാവില്ല തോന്നുന്നു. അപ്പോൾ അതിനെടുത്ത അപ്രോച്ച് എന്താണ്? രണ്ടും SFM വാട്ട് വാസ് എ മിസ്റ്റേക്ക് ആൻഡ് ഓഡിറ്റിംഗ് നിങ്ങൾ എങ്ങനെ പഠിച്ചു? അതിൽ AFM ഫസ്റ്റ് AFM ഞാൻ വിചാരിച്ചിരുന്നത് ഫോറക്സും പിന്നെ ഡെറിവേറ്റീവ്സും പഠിച്ചാൽ നമുക്ക് 50 വാങ്ങാം, ബാക്കിയുള്ളതൊക്കെ 50 ആണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഏകദേശം സ്കോർ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ളത് ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ പോയിണ്ടായിരുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റില്. അങ്ങനെ എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, അല്ല, എല്ലാതും പഠിക്കണം, ഒരു മുക്കും മൂലയും വിടാതിരുന്ന് പഠിക്കണം എന്നുള്ളത് അപ്പൊ മനസ്സിലായി. നമ്മളെല്ലാം 100% കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അടുത്ത അറ്റംപ്റ്റില് ഞാൻ ICIന്റെ മൊഡ്യൂൾ എടുത്തിട്ട് ഫുൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത് ഫുള്ള് പ്രാക്ടീസ് ചെയ്ത് ഒരു 2 പ്രാവശ്യമെങ്കിലും ഞാൻ ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടാത്തത് മാർക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് എക്സാമിന്റെ 1 ഡേ ബിഫോർ ആ മാർക്ക് ചെയ്തത് മാത്രം നോക്കും. അതിന്റെ മുന്നേ അത് ചെയ്തിട്ടുണ്ടാവും, ഈ മാർക്ക് ചെയ്തത് മാത്രം ചെയ്യും. എന്നിട്ട് അതിലും സോർട്ട് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് ഒരു 1 ഡേ ബിഫോറിന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് അത് 1 ഡേ ബിഫോർ ചെയ്യും. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും അങ്ങനെ ചെയ്യും. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും നമുക്കൊരു മറക്കൂല, നമുക്കൊരു ഓർമ്മയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും. അങ്ങനെയാണ് AFM ചെയ്തത്. പിന്നെ ഇത് എന്താ പറയാ, എക്സാം പാസ്സായ അറ്റംപ്റ്റ് May 25 ഞാൻ വേറൊരു ഓതറിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിയിട്ട് അതും ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസും MTP എല്ലാതും അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിയിട്ട് അത് ഫുള്ള് പ്രാക്ടീസ് ചെയ്ത് അതിൽ തന്നെ നമ്മളെ ICI മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ICIന്റെ ബുക്ക് എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു AFM അപ്രോച്ച്. ഓഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാ. തിയറി വായിച്ച എല്ലാവർക്കും മടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോ ഓഡിറ്റിംഗില് ഫസ്റ്റ് 34, പിന്നെ 33, പിന്നെ 48 അങ്ങനെയായിരുന്നു. അപ്പൊ ഫസ്റ്റ് 2 അറ്റംപ്റ്റില് എനിക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ ഫുള്ളിരുന്ന് പഠിച്ചാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതിന് May 25 ഞാൻ സ്മാർട്ട് സ്റ്റഡി എടുത്തു നോക്കി. അതില് എന്തായാലും വരുന്നുള്ള ഒരു ഏരിയാസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ കാരോ 2020 ആണെന്നുണ്ടെങ്കിലും അതേപോലെ ചെറിയ ചെറിയ SQC1 അങ്ങനെയുള്ള ഉറപ്പുള്ള ഓരോ ഭാഗങ്ങൾ ഉണ്ടാവില്ല. 5 മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ സാറുമാരും ഇതെന്തായാലും വരും എന്ന് പറയുന്ന ഏരിയാസ് കാണാപ്പാടിരുന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഡെയിലി അത് എഴുതി പഠിക്കും. ABC അനാലിസിസ്. പിന്നെ പ്രൊഫഷണൽ എത്തിക്സ് ആണെന്നുണ്ടെങ്കിലും ABC അനാലിസിസ് അല്ല, അനാലിസിസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. Bയും Cയും ഞാൻ വിട്ട് നോക്കിയതേ അല്ല, ജസ്റ്റ് വായിച്ചു വിട്ടു. അതില് അതിന് പിന്നെ പ്രൊഫഷണൽ എത്തിക്സ് ഏകദേശം നല്ലൊരു വെയിറ്റേജ് ഉള്ളതുകൊണ്ട് അതും നന്നായിട്ട് പഠിച്ച്. അങ്ങനെ സ്മാർട്ട് സ്റ്റഡി ആയിരുന്നു ഓഡിറ്റിംഗിൽ എൻ്റെ അപ്രോച്ച്. പിന്നെ അക്കൗണ്ട്സ് എനിക്ക് എന്നും മാർക്ക് ഉണ്ടാവില്ല, ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും മാർക്ക് ഉണ്ടാവില്ല. അത് എത്ര പഠിച്ചാലും അക്കൗണ്ട്സിൽ എനിക്ക് മാർക്ക് കിട്ടൂല. ഒരു 50 അതാണ് എന്റെ റേഞ്ച് ഉണ്ടാവുക, മാക്സിമം അത്രേ പോവുള്ളൂ, 50-51. അതെ, ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും അത്രേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതും നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രേ പോവുള്ളൂ. ഞാന് എനിക്ക് ഓൾറെഡി മനസ്സിലായിണ്ടായിരുന്നു AFM ആണ് എന്റെ കോർ സബ്ജക്ട്, അതിലേ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് AFM തന്നെ നന്നായിട്ട് നോക്കി, ബാക്കിയുള്ളത് നോക്കി. 87 and ആ അറ്റംപ്റ്റ് പാസ് അതായിരുന്നു ആയപ്പോൾ എന്റെ യു ഹാഡ് രണ്ടിലുള്ള അപ്രോച്ച്. 186 മാർക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈവൻ അതർവൈസ് 51 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റിംഗ് 48. മാജിദ, എന്താണ് ഓ ടഫ്? PA ഫൈനൽ ആണോ അതോ പാരന്റിംഗ് ആണോ? പാരന്റിങ് ഓക്കെ, പാരന്റിങ് അതെ.
I never expected that. Okay. നിങ്ങളെ അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് നിങ്ങളെ ഫസ്റ്റത്തെ കുട്ടിക്ക് അപ്പൊ 2 വയസ്സാ 3 വയസ്സാ അത് ഫൈനൽ എക്സാം എഴുതുമ്പോ? ഫസ്റ്റത്തെ കുട്ടിക്കോ? ആ ഫസ്റ്റത്തെ കുട്ടിക്ക് 7 വയസ്സ്. ഇപ്പൊ ഏഴ് ആൾക്ക് വയസ്സായിരുന്നു 7 വയസ്സായി. കുട്ടിക്ക് അറിയാം ഉമ്മ എന്താണ് ഈ കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ സി ഒക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് അറിയായിരുന്നോ? കുട്ടി ജനിച്ച മുതൽ ഞാൻ പഠിക്കുക. കുട്ടിക്ക് അതൊരു വിഷയമല്ല. ജനിച്ച മുതലേ കാണുന്നത് ഞാൻ ഈ ബുക്കും പേപ്പറും എടുത്ത് അതാണ് ലൈഫിലെ ഇരുന്ന് റുട്ടീന്. എഴുതും. ഓക്കെ. ഉമ്മ എന്ന് പറഞ്ഞ കാൽക്കുലേറ്റ്. ഇതാണ് റോള്. ഓക്കെ. അതെ. പിന്നെ അവളെ ശരിക്കും വളർത്തിയത് പറഞ്ഞാൽ എന്റെ അമ്മയാണ്. ജനിച്ച മുതലേ ഞാൻ ഈ ക്ലാസ്സസ് എക്സാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഉമ്മയാണ് ഇവിടെ നോക്കുക. ഇപ്പൊ ചെറിയ മോളായപ്പോഴും ചെറിയ മോൾക്കാണ് പിന്നെ ഇന്നെ കിട്ടിയിട്ടുള്ളൂ. മൂത്ത മോൾക്ക് ഇന്നെ കിട്ടിയില്ല. നിങ്ങള് ആകെ സ്റ്റഡീസിന് ലൈക്ക് എങ്ങനത്തെ പേഴ്സൺ ആയിരുന്നു? ഏർലി മോർണിംഗ് സ്റ്റഡീസ് ഓർ ലേറ്റ് നൈറ്റ്? ഇപ്പൊ ഞാനൊക്കെ എന്താണ്, എനിക്ക് ഏർലി മോർണിംഗ്സ് ആണ് ഇഷ്ടം പൊതുവെ. പക്ഷെ സി എ ഇന്റർമീഡിയറ്റ് ഞാൻ എത്തിപ്പെട്ട ഹോസ്റ്റലില് ഫുൾ ഒച്ചം ബഹളാണ്. സോ എല്ലാവരും ഉറങ്ങണ ടൈം രാത്രി തൊട്ട് രാവിലെ വരെ ഇരുന്ന് പഠിച്ച് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങും സ്റ്റഡി ലീവിന്റെ ടൈമിൽ. പിന്നെ ഉച്ചക്കൊക്കെ എണീക്കുള്ളൂ. ഐ ഹാഡ് ടു ഷിഫ്റ്റ് മൈ പാറ്റേൺ അക്കോർഡിംഗ് ടു ദ ഹോസ്റ്റൽ. നിങ്ങളെ കേസിൽ ദ റീസൺ ദാറ്റ് ഐ എം ആസ്കിങ് ഏർലി മോർണിംഗ് ആണോ ലേറ്റ് നൈറ്റ് ആണോ എന്നുള്ളത് കാരണം മോസ്റ്റ്ലി ഇറ്റ് വുഡ് ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങളെ കുട്ടി രാത്രി ഉറങ്ങിയോ കൂടി. രാവിലെ എണീറ്റോ. സോ ഹൗ വാസ് ഇറ്റ്? നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ലൈക്ക് വാട്ട് സോർട്ട് ഓഫ് എ പേഴ്സൺ വർ യു? ഏർലി മോർണിംഗ് ആണോ ലേറ്റ് നൈറ്റ് സ്റ്റഡീസ് ആണോ? കുട്ടി എപ്പോ എണീക്കണോ അപ്പൊ നമ്മള് കുട്ടിയുടെ അടുത്തൊക്കെ പോകണം. കുട്ടി എപ്പോ ഉറങ്ങണോ അപ്പൊ നമുക്ക് പഠിക്കണം. അതായിരുന്നു ഉണ്ടായിരുന്നെ. അത് ആള് ഏർലി മോർണിംഗ് നീക്കണ ആളാ. അപ്പൊ ഏർലി മോർണിംഗ് എനിക്ക് പഠിക്കൽ അങ്ങനെ നടക്കില്ല. ഒരു മാക്സിമം പോയ ഒരു 6 മണി വരെയൊക്കെ ഉള്ളൂ ആൾ ഉറങ്ങുക. അത് കഴിഞ്ഞ് എന്തായാലും എണീക്കും. ഓക്കെ. അല്ലെ, നൈറ്റ് ഉറങ്ങണോണ്ട് നൈറ്റ് ആയിരുന്നു അധികം പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 10 മണി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരും. ഓക്കെ. ഇന്ററിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 1 AM വരെയൊക്കെ ഇരുന്നുണ്ടായിരുന്നു ചെറിയ മോളെ വെച്ചിട്ട്. അന്ന് അത് വലിയ വിഷയമായിരുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ ഉറക്കം സാക്രിഫൈസ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉറക്കം എനിക്ക് മസ്റ്റ് ആയിരുന്നു. എത്ര മണിക്കൂർ നിങ്ങൾക്ക് അപ്പൊ എടുക്കാൻ പറ്റും സ്റ്റഡീസിന് വേണ്ടിയിട്ട്? ഏഹ് അങ്ങനെ ഡെയിലി ഇത്ര മണിക്കൂർ എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ആവറേജ് അതും കുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. ആവറേജ് 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 8 hours ഒക്കെ മാക്സിമം പോയാ 8 hours. കിട്ടി. അപ്പൊ 8 hours. പക്ഷെ ഞാൻ ഇരിക്കുന്ന ടൈം അത് അത്ര എഫക്റ്റീവ് ആയിരിക്കും. അതിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിരിക്കുക അതൊന്നും ഉണ്ടാവില്ല. പഠിക്കുമ്പോ അത് മാത്രം ഫോക്കസ് അല്ല. നമ്മളൊക്കെ സാധാരണ ഇപ്പോ ഇപ്പൊ ഞാനിപ്പോ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഒരാൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് ബ്രേക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വെർബൈ നമ്മൾ ആ ബ്രേക്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് സ്റ്റഡീസിൽ നമുക്ക് എഫിഷ്യൻസി ഉണ്ടാവുക. ഈ ബ്രേക്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്, ഇപ്പോൾ എൻ്റെ കേസിൽ ട്രാവലിംഗ് ആയിരുന്നു, ബൈക്ക് റൈഡ്സ്. സോ ഒള്ളി ഓപ്ഷൻ ഐ ഹാഡ് വാസ് മേ ബി ഒരു 2-3 ആഴ്ച കണ്ടിന്യൂസ് പഠിച്ചിട്ട് 1-2 ദിവസം ബ്രേക്ക് എടുത്തിട്ട് ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വരിക. ഇത് വേറെ എന്തെങ്കിലും ഹോബീസ് ഉള്ള ഒരാളെ പോയിന്റ് ഓഫ് വ്യൂ മേ ബി വേറെ രീതിയിലും ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡെയിലി ഒരു അരമണിക്കൂർ യു ക്യാൻ സ്പെൻഡ് ഫോർ ജോഗിങ്, ലിസ്ണിംഗ് ടു മ്യൂസിക്, വാട്ട് എവർ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഹോബീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ കേസിൽ വാട്ട് ഡിഡ് യു ആക്ച്വലി പ്രിഫർ? ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ പോയിട്ട് കിടന്നുറങ്ങാന്നുള്ളതാണോ അതോ? ഇല്ല, ഞാന് പകലൊന്നും കിടന്നുറങ്ങില്ല. ഓക്കെ. അത് സിയാന്റെ എക്സാമിനെ അത് അഫക്ട് ചെയ്യുമല്ലോ. എല്ലാ ടീച്ചേഴ്സും നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവും 2 മണി മുതൽ 6 മണി വരെ ഉറങ്ങുകയേ ചെയ്യരുത്. ഉച്ചക്ക് 2 മുതൽ 5 വരെ വെനവർ ഉറങ്ങുകയേ ചെയ്യരുത് എന്ന് എല്ലാവർക്കും പറഞ്ഞു. ഞാനിപ്പോ ഒരു 50-100 കുട്ടികളുള്ള ക്ലാസ്സിൽ അഡ്രസ് ചെയ്യുമ്പോൾ, നമ്മൾ മെജോറിറ്റിനെ അഡ്രസ് ചെയ്യുമ്പോൾ ദേ ആർ നോട്ട് പാരന്റ്സ് മജിദ. അവര് മീൻസ് വേറൊരു അവർക്ക് ഇപ്പൊ നോർമൽ ഒരു സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ അവരുടെ പാരന്റ്സ് ഉണ്ട്. പാരന്റ്സ് അധികം ഇനീഷ്യൽ അറ്റംപ്റ്റ്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടായിരിക്കും. അപ്പൊ വേറെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നിങ്ങളെ കേസിൽ അഗെയിൻ ദ റീസൺ ദാറ്റ് ഐ എം ആസ്കിങ് ദിസ് ഇസ് ഓക്കെ മേ ബി നിങ്ങളെ തലേന്നത്തെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയി. അപ്പോ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടെ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ
സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റഡീസിനുള്ള ടൈമും ഇത് കാരണം കോംപ്രമൈസ് ആവുന്നതുകൊണ്ട് ആ ബ്രേക്ക് കിട്ടുമ്പോൾ നിങ്ങളെന്താ പ്രിഫർ ചെയ്തിരുന്നത്, അതെങ്ങനെ മാനേജ് ചെയ്തിരുന്നത് ഞാൻ ചോദിക്കുന്നു. കേട്ടില്ല. ഇൻസ്റ്റഗ്രാം റീലും ഓ ഓക്കെ ഓക്കെ ഇൻസ്റ്റഗ്രാം റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓക്കെ അത്ര ടൈമേ നമുക്ക് ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കിട്ടുള്ളൂ. അത് സ്ക്രോൾ ചെയ്യാനുള്ള ടൈമേ കിട്ടുള്ളൂ. ഉറങ്ങാനുള്ള ടൈമൊന്നും കിട്ടൂല. അത് രാത്രി മാത്രമേ ഉറങ്ങുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് 10 മണി കഴിഞ്ഞാൽ ഞാൻ ഓഫ് ആവും. അത്രയും എക്സോസ്റ്റ് ആയിട്ടുണ്ടാവും ആ ഒരു ദിവസം. കുട്ടികൾ സ്റ്റഡീസ് ഉറങ്ങണം. എക്സാം അടുപ്പിച്ചാവുമ്പോൾ സോഷ്യൽ മീഡിയ ഡീടോക്സ്, ഫോൺ മാറ്റിയൊക്കെ അല്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, എല്ലാം ഒന്നുമില്ല, നടന്നുകൊണ്ടായിരുന്നു. എല്ലാം ഉണ്ടാവും. യു ഹാഡ് എ അതില്ലാതെ ഡിസിപ്ലിൻ. പറ്റില്ല. കേട്ടില്ല. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഇല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എന്തോ പോലെയാ. ടൈം നിങ്ങൾക്ക് പക്ക മാനേജ് ചെയ്യാൻ പറ്റിയ അപ്പോ ലൈക്ക് കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്തിട്ട് അതിന് നിങ്ങൾ അറിയാതെ വീണ്ടും ഇങ്ങനെ കുറെ ടൈം അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല ഒന്നുമില്ല. ഇല്ല യു നോ. ഓക്കെ ഓക്കെ ഇല്ല. ഓക്കെ. ഞാൻ വിചാരിച്ച ടൈമിന്റെ ഉള്ളിൽ ഞാൻ തിരിച്ചത്. പിന്നെ ഈ സുഡോക്കു എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടല്ലോ, അതാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് എത്രയോ ചീത്ത കേട്ടിട്ടുണ്ട് എക്സാമിന്റെ ടൈമിൽ ഞാൻ അത് കളിച്ചോണ്ടിരിക്കുമ്പോ. പക്ഷെ അതേ ഉള്ളൂ ഒരു എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയാൻ, അതേ ഉള്ളൂ. അതിന് അഡിക്റ്റഡ് ആയിരുന്നു എന്നും പറയാം. ആ ഒരു ഗെയിം മാത്രം. എനിക്കിവിടെ ഒരു ഡിസ്ക്ലൈമർ ഇടണം എന്നുണ്ട്. സ്റ്റൺസ് പെർഫോംഡ് ബൈ പ്രൊഫഷണൽസ്, പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഡീടോക്സ്. ഓക്കെ. ഞാൻ പല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ചിലവരെയൊന്നും എക്സാമിന്റെ തൊട്ട് ഓൺലൈനൊന്നും ഉണ്ടാവില്ല. അവരെല്ലാതും ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അതെന്തിനാണെന്നുള്ളത് എനിക്ക് ചിലപ്പോ അവർക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാത്തോണ്ടായിരിക്കും. എനിക്കത് ഉണ്ട് എന്നല്ല, പക്ഷെ ഞാനത് മാനേജ് ചെയ്യും. ഞാൻ വിചാരിച്ച പോർഷന് തീർത്തിട്ടേ ഞാനന്ന് ഉറങ്ങുള്ളൂ. കോമൺ പിന്നെ നേച്ചർ ആണ്. മിക്സ് ചെയ്ത് അതായത് പഠിക്കണം എന്ന് പറയും. എങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കണം എന്ന് എല്ലാവരും പറയണ കേൾക്കാം. അതായത് എഫ് ആർ സബ്ജക്ട്. കുറച്ചു നേരം, ആ ഇപ്പോ എഫ് എം കുറച്ചു നേരം, പിന്നെ ഓഡിറ്റ് കുറച്ചു നേരം, അങ്ങനെ ഒരു ദിവസം മൂന്നും മിക്സ് ചെയ്ത് പഠിക്കണം എന്ന് പറയും. അത് എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു സബ്ജക്ട് അത് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയാലേ ഞാൻ അടുത്ത സബ്ജക്റ്റിലേക്ക് ചാടുള്ളൂ. പക്ഷെ ഓഡിറ്റ് എങ്ങനെയാന്ന് വെച്ചാല് ഡെയിലി ഒരു റിവിഷൻ പോലെ കൊണ്ട് നടക്കും, കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കൂല. അതൊരൊറ്റ സബ്ജക്ട് മാത്രം ഫോക്കസ് ചെയ്യും. ഓബ്വിയസ്ലി നിങ്ങൾക്കത് എങ്ങനെ വന്നാലും മറ്റേത് ആ ടച്ച് വിട്ടുപോകും. കാരണം ഡെയിലി നിങ്ങൾ ആ പ്ലാൻ ചെയ്ത മാതിരി 8 hours ഒരു നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയോ, ഡിറൈവ് ചെയ്യാൻ പറ്റിയോ? അതോ ദർ ആർ ഡേയ്സ് ഇൻ വിച്ച് ഒരു സ്റ്റഡീസും നടക്കൂല, ചില അങ്ങനത്തെ? ദിവസം 4 hours പറ്റുള്ളൂ, ചില ദിവസം 1 hour പറ്റുണ്ടാവുള്ളൂ. അപ്പൊ കുട്ടിക്ക് പോളിയോ കൊടുക്കണ ദിവസമൊക്കെ ഫുള്ള് കരച്ചിലായിരിക്കും. എന്ത് ചെയ്യാ, നോക്കുന്നില്ലല്ലോ പടി, വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എനി വൺ അന്നത്തെ പെർട്ടിക്കുലർ. ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു റിഗ്രറ്റ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരും, അല്ല ഇന്നൊന്നും പഠിച്ചിട്ടില്ല, അല്ല ഇന്നൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഫോൺ ഒരു 5 മിനിറ്റ് എടുത്താൽ പഠിച്ചോനെ പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് അത് വെക്കാൻ തോന്നും. ആ ഫോൺ അവിടെ മാറ്റി വെക്കാൻ നമുക്ക് തോന്നും, ഉറക്കത്തുനിന്ന് എണീക്കാൻ തോന്നും. എനി വൺ പെർട്ടിക്കുലർ മൊമെന്റ് വെർബൈ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇത് ഗിവ് അപ്പ് ചെയ്യണം എന്ന് തോന്നിയ സ്റ്റേജ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ഇടയ്ക്കിടക്ക് എക്സാമിന്റെ തൊട്ട് മുന്നുള്ള പ്രഷറൊക്കെ കയറി വരുമ്പോ എല്ലാതും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ ചില ദിവസങ്ങൾ പറ്റിക്കോണമെന്നില്ല. ആ ഒരു ദിവസമൊക്കെ ചിലപ്പോ ഞാൻ വിളിച്ചിട്ട് പറയും ഞാൻ പറ്റൂല, ഞാൻ നിർത്താണ്, എന്നെ കൊണ്ട് തോന്നി പറ്റില്ല എന്ന് പറയും. പിറ്റേ ദിവസം നമ്മള് പിന്നെ ഇതൊക്കെ തന്നെ വരും. ഈ സി എക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇങ്ങനെ വലിച്ചോണ്ട് നിൽക്കും, നമുക്ക് നിർത്താൻ തോന്നൂല. വൈ ഡു യു വോണ്ട് ടു ബി ചാർട്ടേഡ് അക്കൗണ്ടന്റ്? അത് ആക്ച്വലി ഞാൻ ഈ ഒരു ഫീൽഡിലേ ഉണ്ടായിരുന്ന ആളല്ല. ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു. ആ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഹസ്ബൻഡ് ഈ ഫീൽഡ് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇതിന് ചേർന്നൂടെ, അവിടെ എന്തിനാ വെറുതെ പോയി കഷ്ടപ്പെടാൻ. അപ്പൊ ഞാൻ അവിടെ അതൊക്കെ നിർത്തി. പിന്നെ സി എക്ക് വന്ന് ചേർന്നതാണ്. പിന്നെ എന്തോ സി എനോട് ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി.
ഇത് നമ്മളൊരു ഏരിയ ആണെന്ന് തോന്നാൻ തുടങ്ങി. പണ്ടേ ഈ പൈസ ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഉപ്പനോടൊക്കെ ഞാൻ എണ്ണിക്കോളാം, ഞാൻ എത്രയാണെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് വാങ്ങി എണ്ണി കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണോ CA ഭയങ്കര ഇഷ്ടമായെന്ന് അറിയില്ല. ഐ ഡെഫിനറ്റ്ലി നോ നിങ്ങളെ ഹസ്ബൻഡിന്റെ റോൾ ഇതിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ഹസ്ബൻഡ് എനിക്ക് പേഴ്സണലി അറിയും ചെയ്യാം ഷെനിയിൽ. ഐ തിങ്ക് ഹി വാസ് ദി പേഴ്സൺ ത്രൂ ഔട്ട് നിങ്ങളെ ഈ ജേർണിയിൽ കംപ്ലീറ്റ് സപ്പോർട്ടും മോട്ടിവേഷനും തന്നിരുന്നത്. ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ. ഫാമിലി മെമ്പേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നടക്കൂല. എത്രയോ ആൾക്കാരെ, എത്രയോ ഫ്രണ്ട്സിന്റെ ഉണ്ട് ഫാമിലി മെമ്പേഴ്സ് ഒന്നും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് പകുതിക്ക് വിട്ട് പോണവര് വരെ ഉണ്ട്. ഇതിപ്പോ 2 കുട്ടികളായിട്ടും കുട്ടികളെ നോക്കി ഇരിക്കുന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. എന്റെ ഉമ്മ എന്നോട് പറയാണ്, എനിക്ക് കുട്ടികളെ നോക്കാനാവൂല, ഇന്നെ നോക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല. അത് ഫാമിലിയുടെ സപ്പോർട്ട് അത്ര ഇമ്പോർട്ടന്റാ. മാഷാ ഞാൻ നിങ്ങളെ ഇത് ചെയ്തെടുത്ത ടൈം ഞാൻ കംപ്ലീറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ CA ഫൈനൽ നിങ്ങൾ November 23 ഫസ്റ്റ് എഴുതി, പിന്നെ May 24, പിന്നെ November 24, പിന്നെ May 25. നിങ്ങൾ 4 അറ്റംപ്റ്റ് നിങ്ങൾക്ക് അന്ന് ഏകദേശം 2 കൊല്ലം ഇത് ക്ലിയർ ചെയ്യാൻ തന്നെ എടുത്ത്. ആൻഡ് ഐ ഹോപ്പ് യു ആർ അവെയർ നൗ. ഇപ്പോൾ ഒരു കുട്ടിക്ക് 4 അറ്റംപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം 3 months ലൈക്ക് അത്രയും ഫാസ്റ്റ് ആണ്. സോ യു ഹാഡ് ടു പേഷ്യൻ്റ്ലി വെയിറ്റ് ഫോർ ഈച്ച് ഓഫ് ദീസ് മൊമെന്റ്സ്. അതിൻ്റെ ഇടയിൽ ഇത്രയും നിങ്ങൾ ഫിസിക്കലിയും ടയേർഡ് ആയിട്ട് പ്രഗ്നന്റ് ആയിട്ടും പോയിട്ട് എക്സാം എഴുതി. മാഷാഅല്ലാ, ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ്. ഐ ഗെസ് നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. മാജിദ, ബിഫോർ ദാറ്റ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വിട്ടുന്നിരിക്കുന്നത്. ഇഫ് there's anything you want to say before we wind up. ഹാർഡ് വർക്ക് ചെയ്യാ, പഠിച്ചവനോട് പറയാ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോയാ എന്തായാലും കിട്ടും. ഇത് CA എന്ന് പറയുന്നത് കിട്ടാത്തൊരു സാധനമൊന്നുമല്ല. ഹാർഡ് വർക്ക് ചെയ്താ എന്തായാലും പാസ്സാവും. പിന്നെ ഇതേപോലെ കുറെ സ്ട്രഗിൾസ് ഉണ്ടാവും. എന്നെ കൊണ്ട് പാസ്സാവാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാരെയും കൊണ്ട് പാസ്സാവാൻ പറ്റും. അത്രേ ഉള്ളൂ. സാർ എന്താ വെച്ചാൽ പറഞ്ഞോളി. എങ്ങനെ കേട്ടില്ല? ഇനി സാറ് പറഞ്ഞോളി. ഇല്ലല്ല പിന്നെ എനിക്കൊന്നും പൊക്കിയടിച്ചോളി, കുഴപ്പമില്ല, പറഞ്ഞോളി. ഒന്നും പറയാനില്ല. That was great. I was impressed. പൊക്കിയടിച്ചോളി, കുഴപ്പമില്ല. എങ്ങനെ കേട്ടില്ല? അല്ല, ഇന്നെ പൊക്കിയടിച്ച് പറഞ്ഞോളി, നിങ്ങൾക്ക് ഞാൻ വിട്ടുതന്നിരിക്കണു. ഫ്ലോ പോയി. ഞാൻ കുറെ നിങ്ങളെ പൊക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന കഴിഞ്ഞു ഫ്ലോ പോയി. ഹായ്, പറയണം. ഓക്കെ. ഇനി ഇങ്ങനെ ഒരു സക്സസ് സ്റ്റോറി പറയാൻ എനിക്ക് അവസരം ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞില്ലേ, CA കഴിഞ്ഞല്ലോ. നോട്ട് എക്സാക്ട്ലി. ഐ എം എക്സ്പെക്ടിങ് മേ ബി സൂൺ തന്നെ നിങ്ങൾ ലൈഫിൽ ഒരു പക്ഷേ പലരും ആസ്പയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ടൊരു ഇന്റർവ്യൂ, ഒരു സെഷൻ, പെർഹാപ്സ് പോസിബിൾ ആണെങ്കിൽ ഒരു ഓഫ്ലൈൻ ഇന്റർവ്യൂ സെഷൻ. അത് പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ഇൻഷാല്ലാ. യാ ഇൻഷാല്ലാ. വാട്ട് നെക്സ്റ്റ്? പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്യാനാണ് ഓക്കെ ഇപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഇൻഷാല്ലാ. ഇൻഷാല്ലാ. അപ്പോ ട്രീറ്റിന് നിങ്ങളെ ക്ഷണത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ വരും. കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഇൻഷാല്ലാ. തരാം. കൊണ്ടോട്ടി അറിയാലോ, വീട്ടിൽ വന്നാൽ മതി. കൊണ്ടോട്ട്. ഓക്കെ ഇൻഷാല്ലാ. ഞാന് പാർട്ട്ണർ ഷബീബിനെയും കൊണ്ടുവരാം. ലബീബിനെയും കൂട്ടി വരും. യാ, എൻ്റെ ആർട്ടിക്കിൾസിനും എല്ലാവരെയും വൈഫില്ല, ഫാമിലി വൈഫിനെ കൊണ്ടുവരൂല. വൈഫിനെ കൊണ്ടുവരണം. വൈഫ് ഇപ്പോ ഹോസ്പിറ്റലും ഇതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ. ഓക്കെ. ഇൻഷാല്ലാ, എല്ലാരും ആയിട്ട് വരും. Inshallah. That was nice having you here, Majida. That was a wonderful session. താങ്ക് I wish you all the best. യു സർ. നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. Clear ആയില്ല. അതെ, സൗണ്ട് കട്ടായി. ആദ്യം ക്വസ്റ്റ്യൻസ് തരികയാണെന്നുണ്ടെങ്കിൽ
തരാണെന്നെങ്കിൽ കേക്കില്ല. ആ ഉണ്ട് 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 ഇപ്പൊ സെറ്റാ. അങ്ങനെ അതെങ്ങനെ നോട്ട് ചെയ്ത് വെക്കായിരുന്നു. എന്നാ പിന്നെ ആ നോട്ടിലുള്ളത് മാത്രം വായിച്ചാ മതിയായിരുന്നല്ലോ. ഞാൻ അതിന് മാത്രം ഇത് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നല്ലല്ലോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചോണ്ട് എനിക്ക് എഴുതി പറയണം. അത് ടഫൊന്നും ക്ലിയർ എങ്ങനെ അല്ലെങ്കിലും അതിന് മാത്രം ടഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലല്ലോ. അല്ല ഇല്ല ഇല്ല ഇല്ല. എന്നാലും നമുക്കൊന്ന് പ്രിപ്പയർ ആയിട്ട് ഇരിക്കായിരുന്നല്ലോ. അടുത്തത് ഈ ചോദ്യം വരണേ. ഈ അപ്പൊ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം പറയാം. ആ ഒരു നാച്ചുറാലിറ്റി കിട്ടൂല മാജിദ. മറ്റേ അതെ. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഫോർമലായിട്ട് യു ആർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും, അപ്പൊ ആ ഒരു ഇതിൽ സംസാരിക്കും ചിലപ്പോൾ. അത് വേണ്ടാന്ന് എഴുതി തന്നെ പറയാതെ